എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. 1929 കാൽവരിയിലേക്കുള്ള യാത്ര. 3-ാം വർഷ വ്രതമെടുക്കാൻ പോയ സിസ്റ്ററിന് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന സിസ്റ്റർ പീറ്റർ പകരമായി 2 മാസത്തേക്ക് എന്നെ വിൽനൂസിലേക്ക് അയച്ചു. 2 മാസത്തിലേറെ ഞാൻ വിൽനൂസിൽ താമസിച്ചു. ഒരു ദിവസം എന്നെ സന്തോഷിപ്പിക്കാനായി മദർ സുപ്പീരിയർ ഐറിൻ മറ്റൊരു സിസ്റ്ററിൻ്റെ കൂടെ കാൽവരിയിൽ പോകാൻ, കുരിശിൻ്റെ വഴിയിൽ നടക്കാൻ അനുവാദം തന്നു. എനിക്ക് വളരെ സന്തോഷമായി. ആ സ്ഥലത്തേക്ക് അധികം ദൂരമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ ബോട്ടിൽ പോകണമെന്നാണ് മദർ സുപ്പീരിയർ ആഗ്രഹിച്ചത്. അന്ന് വൈകുന്നേരം ഈശോ എന്നോട് പറഞ്ഞു, "നീ ഭവനത്തിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്." ഞാൻ പറഞ്ഞു, "ഈശോയെ, നാളെ രാവിലെ പോകാൻ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണല്ലോ, ഞാൻ എന്തു ചെയ്യണം?" കർത്താവ് മറുപടി പറഞ്ഞു, "ഈ യാത്ര നിന്റെ ആത്മാവിന് ദോഷം ചെയ്യും." ഞാൻ ഈശോയോട് പറഞ്ഞു, "അങ്ങ് ഒരു വഴി കണ്ടെത്തുക. അവിടുത്തെ ഇഷ്ടം നടപ്പിലാക്കാൻ അങ്ങ് വേണ്ടത് ചെയ്യുക." ആ സമയം ഉറക്കത്തിനായുള്ള മണി അടിച്ചു. ഞാൻ ഈശോയോട് വിട പറഞ്ഞ് എൻ്റെ മുറിയിൽ പോയി. പിറ്റേ ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു. യാത്ര പോകുന്ന കാര്യത്തിൽ എൻ്റെ കൂട്ടുകാരിക്ക് വളരെ സന്തോഷമായിരുന്നു. യാത്രയ്ക്കൊരു തടസ്സവും അതുവരെ അനുഭവപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ പോകുകയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ നേരത്തെ ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്നും നന്ദി പ്രകടനം കഴിഞ്ഞ് ഉടനെ പോകണമെന്നും നിശ്ചയിച്ചിരുന്നു. കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് കാലാവസ്ഥ പെട്ടെന്ന് മാറി. ആകാശം മേഘാവൃതമായി. മഴ അതിശക്തമായി പെയ്തു തുടങ്ങി. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള ഈ വ്യതിയാനം കണ്ട് എല്ലാവരും വിസ്മയിച്ചു. മദർ സുപ്പീരിയർ എന്നോട് പറഞ്ഞു, "സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്." ഞാൻ പറഞ്ഞു, "അമ്മേ, ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നത് സാരമില്ല. ഞങ്ങൾ ഭവനത്തിൽ ആയിരിക്കണമെന്നത് ദൈവ തിരുമനസ്സാണ്." ഏതായാലും ഞാൻ ഭവനത്തിലായിരിക്കുക എന്ന ഈശോയുടെ അടിയന്തരമായ ആഗ്രഹം ആരും അറിഞ്ഞില്ല. ഞാൻ ആത്മശോധനയിലും ധ്യാനത്തിലും ദിവസം മുഴുവൻ ചെലവഴിച്ചു. എന്നെ ഭവനത്തിൽ നിർത്തിയതിന് ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ആ ദിവസം ദൈവം വളരെ സ്വർഗീയ സമാശ്വാസങ്ങൾ എന്നിൽ വർഷിച്ചു. ഒരിക്കൽ നോവിഷ്യറ്റിൻ്റെ കാലത്ത് കുട്ടികളുടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ മദർ ഡിറക്ടസ് എന്നെ നിയോഗിച്ചു. വളരെ വലിയ പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഊറ്റുന്നത് എനിക്ക് ഏറ്റവും പ്രയാസമേറിയ ജോലിയായിരുന്നു. പലപ്പോഴും വെള്ളത്തോടുകൂടി പകുതി ഉരുളക്കിഴങ്ങ് ഒഴുകിപ്പോകുമായിരുന്നു. മദർ ഡിറക്ടസിനോട് ഞാൻ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ക്രമേണ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഓരോ ദിവസവും എൻ്റെ ശക്തി കുറഞ്ഞു വന്നു. ഈ ജോലി കൂടുതൽ ആയാസമുള്ളതായി അനുഭവപ്പെട്ടു. അതിനാൽ ഉരുളക്കിഴങ്ങ് ഊറ്റേണ്ട സമയമാവുമ്പോൾ ഞാൻ മാറി നിൽക്കും. ഇക്കാര്യം മറ്റു സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു. അവർക്ക് വളരെ അതിശയം തോന്നി. ഒഴിവാക്കുന്നതല്ല, എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്തതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഉച്ചസമയത്തെ ആത്മശോധനയുടെ സമയത്ത് എൻ്റെ ബലഹീനതയെപ്പറ്റി ഞാൻ ദൈവത്തോട് പരാതി പറഞ്ഞു. അപ്പോൾ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ കേട്ടു, "ഇന്നു മുതൽ നീ ഇത് അനായാസം ചെയ്യും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും." അന്ന് വൈകിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഊറ്റേണ്ട സമയമായപ്പോൾ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അനായാസം പാത്രമെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞു. എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ ആവി കളയാൻ പാത്രത്തിൻ്റെ മൂടി മാറ്റിയപ്പോൾ അതിനുള്ളിൽ ഉരുളക്കിഴങ്ങിന് പകരം വളരെ ഭംഗിയുള്ള ചുവന്ന റോസാപ്പൂക്കളുടെ കെട്ടുകളാണ് ഞാൻ കണ്ടത്. മുമ്പൊരിക്കലും അത്തരം റോസാപ്പൂക്കൾ ഞാൻ കണ്ടിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാവാതെ ഞാൻ വിഷമിച്ചു. അപ്പോൾ കേട്ടു, "നിന്റെ കഠിനാധ്വാനം ഏറ്റവും ഭംഗിയുള്ള പൂച്ചെണ്ടുകളായി ഞാൻ മാറ്റുന്നു. അതിൻ്റെ പരിമളം എൻ്റെ സിംഹാസനം വരെ ഉയരുന്നു." അന്നു മുതൽ കറി വയ്ക്കുവാനുള്ള എൻ്റെ തവണയ്ക്ക് മാത്രമല്ല, മറ്റു സിസ്റ്റേഴ്സിന് പകരമായി ഞാൻ ജോലി ചെയ്യുമ്പോഴും ഉരുളക്കിഴങ്ങ് ഞാൻ തന്നെ ഊറ്റാൻ ശ്രമിച്ചിരുന്നു. ഈ ജോലി മാത്രമല്ല, മറ്റ് കഠിനാധ്വാനമുള്ള ജോലികളിലും മുൻകൈയെടുത്ത് ഞാൻ സഹായിച്ചു പോന്നു. എന്തെന്നാൽ അത് ദൈവത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. നമ്മുടെ പ്രവൃത്തികളെ സമ്പൂർണവും ദൈവത്തിന് പ്രീതികരവുമാക്കുന്ന ശുദ്ധനിയോഗത്തിൻ്റെ അക്ഷയ നിക്ഷേപമേ. ഓ ഈശോയെ, ഞാൻ എത്ര ബലഹീനയാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. എപ്പോഴും എന്നോടൊത്തുണ്ടായിരിക്കണമേ. എന്നെയും എൻ്റെ പ്രവൃത്തികളെയും നിയന്ത്രിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ ഏറ്റവും വലിയ അധ്യാപകൻ. ഈശോയെ,
എൻ്റെ ദുരിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ തീർത്തും ഭയചകിതയാകുന്നു. അതേസമയം എൻ്റെ ദുരിതങ്ങളെ അതിലംഘിക്കുന്ന അങ്ങയുടെ അപരിമേയമായ കരുണയിൽ ഞാൻ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഈ ചിന്ത അങ്ങയുടെ ശക്തിയാൽ എന്നെ ആവരണം ചെയ്യുന്നു. ഓ, എന്നെപ്പറ്റിയുള്ള അറിവിൽ നിന്നൊഴുകുന്ന സന്തോഷമേ, ഓ സനാതന സത്യമേ, അങ്ങയുടെ സ്ഥിരത എത്ര അനശ്വരമാണ്. എൻ്റെ ആദ്യ വ്രതവാഗ്ദാനത്തിനു ശേഷം ഞാൻ രോഗാതുരയായപ്പോൾ ക്ഷയരോഗത്തിൻ്റെ ആരംഭത്തിലായിരിക്കാം. വളരെ സ്നേഹത്തോടും ജാഗ്രതയോടും കൂടിയുള്ള എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ പരിരക്ഷയും ഡോക്ടറുടെ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും എൻ്റെ രോഗത്തിന് ഒരു മാറ്റവും വന്നില്ല. ഇതെല്ലാം എൻ്റെ അഭിനയമാണെന്നുള്ള അപഖ്യാതികളും ഞാൻ കേട്ടു. അതോടെ എൻ്റെ സഹനം ഇരട്ടിച്ചു. ഇത് വളരെ കാലം നീണ്ടുനിന്നു. ഞാൻ സിസ്റ്റേഴ്സിന് ഒരു ഭാരമായി തീരുകയാണെന്ന് ഈശോയോട് ഒരു ദിവസം പരാതിപ്പെട്ടു. ഈശോ എന്നോട് പറഞ്ഞു, നീ നിനക്ക് വേണ്ടിയല്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും. നിന്റെ ദീർഘസഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും. എൻ്റെ നന്മ പ്രവൃത്തികളും പ്രാർത്ഥനകളും ദൈവത്തിന് പ്രീതികരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സഹനം. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. ചാപ്പലിലെ സമൂഹ പ്രാർത്ഥനയുടെ സമയത്ത് അതെനിക്ക് വലിയ ഉപദ്രവം ചെയ്തു. ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം മദർ സുപ്പീരിയർ റാഹേൽ എന്നെ അരികിൽ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ, കൃപയ്ക്കും സമാധാനത്തിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തെന്നാൽ നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. മറ്റു സിസ്റ്റേഴ്സും ഇത് തന്നെ എന്നോട് പറഞ്ഞു. സിസ്റ്റർ, നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സ്വയം പീഡിപ്പിക്കരുത്. പക്ഷേ മദർ സുപ്പീരിയറുമായുള്ള ഈ കൂടിക്കാഴ്ചകളൊന്നും എനിക്ക് സമാധാനം തന്നില്ല. എൻ്റെ വിഷമങ്ങൾക്ക് വ്യക്തമായൊരു മറുപടിയും ലഭിച്ചില്ല. കൂടുതൽ അന്ധകാരം ദൈവത്തെ എന്നിൽ നിന്ന് മറച്ചു. കുമ്പസാരക്കൂട്ടിൽ കൂടുതൽ സഹായത്തിനായി ഞാൻ അർത്ഥിച്ചു. അവിടെയും എനിക്ക് സമാധാനം ലഭിച്ചില്ല. ഒരു വിശുദ്ധനായ വൈദികൻ എന്നെ സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ പോലും പറ്റാത്ത ദുരിതത്തിലായിരുന്നു ഞാൻ. അതെന്നെ കൂടുതൽ വേദനിപ്പിച്ചു. മറച്ചു വയ്ക്കാൻ സാധിക്കാത്ത വിധം മരണതുല്യമായ ദുഃഖം എൻ്റെ ആത്മാവിനെ കീഴടക്കി. എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് സുവ്യക്തമായിരുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. രാത്രികൾ കൂടുതൽ അന്ധകാരപൂർണമായി. ഞാൻ കുമ്പസാരിക്കാൻ സമീപിച്ച വൈദികൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിന്നിൽ വളരെ പ്രത്യേകതയുള്ള കൃപകൾ ഞാൻ കാണുന്നു. നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു മനക്ലേശവും തോന്നുന്നില്ല. നീ എന്തിനാണ് നിന്നെ തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആ സമയം എനിക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രായശ്ചിത്തമായി ജിയും അല്ലെങ്കിൽ സ്വസ്ത്രഗീതം പാടുക, അല്ലെങ്കിൽ വൈകുന്നേരം പൂന്തോട്ടത്തിന് ചുറ്റും വേഗത്തിൽ ഓടുക, അതുമല്ലെങ്കിൽ ഒരു ദിവസം 10 പ്രാവശ്യം ഉറക്കെ ചിരിക്കുക, ഇവയൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ പ്രായശ്ചിത്തങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു വൈദികനും എന്നെ കാര്യമായി സഹായിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നതാണ് ദൈവഹിതമെന്ന് എനിക്ക് തോന്നി. ഞാൻ വലിയ സമാശ്വാസത്താൽ നിറയുന്നതിനേക്കാൾ ഈ അവസ്ഥയിലായിരിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രീതികരമെന്ന് പറഞ്ഞ് ആ വൈദികൻ എന്നെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇതൊരു വളരെ വലിയ ദൈവകൃപയാണ്. നിന്റെ ഈ അവസ്ഥയിൽ നീ അനുഭവിക്കുന്ന എല്ലാ ആത്മീയ പീഡനങ്ങളോടും കൂടി നീ ദൈവത്തെ വേദനിപ്പിക്കുകയല്ല, മറിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും കൃപകളും ഞാൻ നിന്റെ ആത്മാവിൽ കാണുന്നു. അവയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നിരിക്കലും എൻ്റെ ആത്മാവ് പീഡനാവസ്ഥയിൽ തന്നെ തുടർന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരിതത്തിൻ്റെ നടുവിൽ ഒരു കുരുടൻ തൻ്റെ വഴികാട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുസരിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു. ഈ അഗ്നിപരീക്ഷയിൽ അത് മാത്രമായിരുന്നു എൻ്റെ സുരക്ഷിതത്വം. ഓ ഈശോയെ, നിത്യസത്യമേ, എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. അങ്ങേ കൂടാതെയുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലാണെന്ന് ഞാൻ അറിയുന്നു. ഓ ഈശോയെ, എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കരുതേ. എന്തെന്നാൽ അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കുക സാധ്യമല്ല. എൻ്റെ ആത്മാവിൻ്റെ രോദനം കേൾക്കണമേ. അവിടുത്തെ കരുണ ഒരിക്കലും നിലയ്ക്കുകയില്ലല്ലോ. കർത്താവേ, എൻ്റെ ദുരിതത്തിൽ അലിവ് തോന്നണമേ. അങ്ങയുടെ കരുണ എല്ലാ മാലാഖമാരുടെയും സകല ജനതകളുടെയും അറിവിനെ അതിലംഘിക്കുന്നതാണല്ലോ.
അതിനാൽ അങ്ങെന്നെ ശ്രവിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയാലും അങ്ങേ കരുണക്കടലിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ വഞ്ചിക്കപ്പെടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.